ഇന്ത്യ ശ്രീലങ്ക വനിതാ ടി20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം പോരാട്ടത്തിൽ ഇന്ത്യക്ക് 4ാം ജയം. ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത് 30 റൺസിന്. കരിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് എന്ന നേട്ടം സ്മൃതി മന്ദാന കരസ്ഥമാക്കിയ ഒരു പോരാട്ടം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? സിന്ധൂരി, തീർച്ചയായും ഏറ്റവും മികച്ച ഒരു പോരാട്ടമാണ് ഈ 4ാം മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ. ശ്രീലങ്കയെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടം കൂടിയായിരുന്നു. 3 തുടർച്ചയായ മത്സരങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി പരമ്പര ശ്രീലങ്കയ്ക്ക് നഷ്ടമായിരുന്നു. ഈ മത്സരത്തിലും അതുപോലെ തന്നെ 30-ന് നടക്കുന്ന 5ാമത്തെ മത്സരത്തിലും ജയിച്ച് ഒരു ആശ്വാസ ജയം നേടി നാണക്കേട് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ശ്രീലങ്കയ്ക്ക് മുമ്പിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. പക്ഷേ ഈ മത്സരം വലിയ നിലയിൽ റണ്ണൊഴുകുന്ന ഒരു മത്സരമായി തന്നെ മാറി എന്നുള്ളതാണ്. 221 റൺസാണ് നിശ്ചിത ഓവറിൽ ഇന്ത്യ കൈക്കലാക്കിയത്. അത് പിന്തുടർന്ന ശ്രീലങ്ക 191 റൺസിൽ വീണു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇന്ത്യക്ക് വേണ്ടി സ്മൃതി മന്ദാന മികച്ച മത്സരം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും ആ നിലയിൽ ഫോമിലേക്ക് ഉയരാൻ സ്മൃതി മന്ദാനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല, വൈസ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സ്മൃതി മന്ദാനയ്ക്ക്. പക്ഷേ ഈ മത്സരത്തിൽ ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ് തന്നെ സ്മൃതി മന്ദാന കാഴ്ചവെച്ചു. 42 പന്തിൽ 80 റൺസ് കൂട്ടിച്ചേർക്കാൻ സ്മൃതി മന്ദാനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം ഷഫാലി വർമ്മയുടേതും എടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയായിരുന്നു. കഴിഞ്ഞ 3 മത്സരങ്ങളിലെ, അതായത് തുടർച്ചയായ 3ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടുന്ന നിലയിലേക്ക് ഷഫാലി വർമ്മയും 79 റൺസാണ് ഷഫാലി വർമ്മ എടുത്തിട്ടുള്ളത്. വളരെ മികച്ച ഒരു ഇന്നിങ്സ് തന്നെ കാഴ്ചവെക്കാൻ ഷഫാലി വർമ്മയ്ക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. റിച്ച ഘോഷും അതുപോലെ 40 റൺസ് റിച്ച ഘോഷും കൂട്ടിച്ചേർക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരുപോലെ, അതായത് ഫീൽഡിങ്ങിൽ ചെറിയ ചില പാകപ്പിഴകളൊക്കെ സംഭവിച്ചു. ചില ക്യാച്ചുകളൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച ഇന്നത്തെ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും വളരെ മികച്ച നിലയിൽ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരു മികച്ച നിര തന്നെ ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ മത്സരത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും 4 മത്സരങ്ങൾ, തുടർച്ചയായ 4 മത്സരങ്ങളും ജയിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയാണ്. ഇനി അവസാന മത്സരം 30-ാം തീയതി ഇതേ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്. സിന്ധൂരി. ശരി കമലേഷ്, ഇന്ത്യ ശ്രീലങ്ക വനിതാ ടി20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം പോരാട്ടത്തിലെ 4ാം ജയമാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത് 30 റൺസിനാണ്. കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.